ഒരിക്കൽ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ലൈവാണ്, എനിക്ക് വ്യക്തമായി അറിയാം. ഞാൻ വേറെ ഒന്നും കൊണ്ടും പറയല്ല. ഞാൻ പൂനെയിൽ ND എന്ന് പറഞ്ഞ മിലിറ്ററിയുടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. NDയിൽ നേവിയുടെ ഒരു ബേസ് ആയിരുന്നു അത്, മിലിറ്ററിയുടെ പൂനെയിൽ. സോ അവിടെ ഞങ്ങൾ പോയിട്ട് ഈവനിങ്ങിൽ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തു പോയി. ചർച്ച ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പോയി പുറത്തേക്ക്. അവിടെ നിന്നുള്ള എല്ലാ ജനവും ഇങ്ങനെ പോയപ്പോൾ ഒരു സ്ഥലം എത്തിയപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു. കാരണം രാത്രിയായി, കുറച്ച് മരങ്ങളൊക്കെയാണ് അവിടെ. ഞങ്ങളൊരു കുറേ പേരുണ്ട്. പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആരുടെയോ ഒരു വണ്ടിക്കൊരു ബ്രേക്ക് ഡൗൺ ആയിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ഭയങ്കരമായി കുതിര അലറി കരയുകയാണ്. സ്തോത്രം. അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം അവിടെ നിന്ന ഒരു വ്യക്തി പറയാണ്, ആക്ച്വലി എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മനുഷ്യരൊക്കെ ഈ മൃഗങ്ങളോട് ഭോഗങ്ങൾ ചെയ്യുന്നതാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഈ മനുഷ്യരൊക്കെ ഈ മൃഗങ്ങളുമായിട്ട് സെക്സ് ചെയ്യുമെന്ന്. സ്തോത്രം. അപ്പോഴേ മൃഗങ്ങൾ അലർച്ചയാണെന്നിത്. ഹല്ലേലൂയ. ഇതൊക്കെയും കേൾക്കുമ്പോൾ എത്രമാത്രം, അന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയല്ല, പക്ഷേ ഇന്ന് ഞാൻ ചിന്തിക്കുകയാണ് അത് എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് എത്രമാത്രം, എന്തിനാണ് മനുഷ്യർ നായ്ക്കളെ വീട്ടിൽ വളർത്തുന്നത്? പല പെൺകുട്ടികളും ഹോസ്പിറ്റലിൽ നായ് കടിച്ചിട്ട് വന്ന കേസുകൾ എത്രയെണ്ണം വരുന്നുണ്ട്. എനിക്ക് ഡൽഹിയിൽ അറിയാം, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇന്നല്ല, 1998 സംഭവമാണ് പറയുന്നത്. നായ് കടിച്ചിട്ട് ഒരു പെൺകുട്ടി വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഏതെല്ലാം രീതിയിൽ മൃഗങ്ങളുമായി ഭോഗം ചെയ്യുന്ന മനുഷ്യർ ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഓരോ ഫ്ലാറ്റ് എടുക്കുമ്പോഴും 10 പട്ടികളെങ്കിലും ഒരു വീട്ടിലുണ്ട്. പെൺകുട്ടികളെല്ലാം മുറിയൻ നിക്കറുമിട്ട്, മുറിയൻ ഡ്രസ്സുമിട്ട് ഈ നായിനെയും കൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് നടപ്പാണ് ഇവർക്ക് ജോലി. ഇവരെല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് ആണുങ്ങളെ വേണ്ട, നായിനെ മതി. സ്തോത്രം.